ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. അപ്പോഴേ ഇന്ന് നമ്മളെ വീട്ടിലത്തെ പുതിയൊരു അതിഥീനെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ പുള്ളിക്ക് വേണ്ടിയിട്ട് ഞാൻ ഫുഡ് ഉണ്ടാക്കാനുള്ള പരിപാടിയായിരുന്നു. അപ്പം നമുക്ക് നമ്മുടെ അതിഥീനെ ആദ്യം കാണാം. ഇതാണ് നമ്മുടെ അതിഥി, നമ്മുടെ വീട്ടിലെ പുതിയ അതിഥി. അപ്പോൾ സൺകൊന്യൂറാണ്, കൊണ്ടുവന്നിട്ട് കുറച്ച് ദിവസമായി. അപ്പം നമ്മൾ ഇന്ന് സ്നേഹത്തോടെ മിക്കി എന്ന് വിളിക്കും. ഭയങ്കര സൗണ്ടാട്ടോ അവൾക്ക്. അയ്യോ, ഇവിടെ അടുത്താർക്കും നിൽക്കാൻ പറ്റില്ല, അത്രയ്ക്കും സൗണ്ട് ഉണ്ടാക്കും. ചില സമയത്തൊക്കെ വിശന്നിട്ടല്ല, എപ്പോഴും ഉണ്ടാക്കും. നമ്മളെ കണ്ടു കഴിഞ്ഞാലൊക്കെ ഇപ്പോഴേ ഭയങ്കര ഒച്ചത്തിലാണ് സൗണ്ടൊക്കെ. കുറുമ്പിയാണോ കുറുമ്പനാന്നൊന്ന് അറിയാനായിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ മിക്കിക്കുട്ടൻ ഇപ്പം എന്താ പറയുക, ഹാൻഡ് ഫീഡ് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ടാണ് എന്താ പറയുക, ഈ ഒരു പൗഡറിലേക്ക് നമ്മൾ തിളപ്പിച്ചാറ്റിയ വെള്ളം മിക്സ് ചെയ്തിട്ട് അതിന് നമ്മളെ സിറിഞ്ച് വഴി കൊടുക്കുക കേട്ടോ ചെയ്യാം. ഇപ്പം നമ്മുടെ ഈ കുട്ടികൾക്കൊക്കെ എന്താ പറയുക, 6 മാസത്തിൽ താഴെയുള്ള മക്കൾക്കൊക്കെ നമ്മൾ എന്താ പറയുക സെർലാക്കും ഒക്കെ കൊടുക്കുന്നില്ലേ, അതുപോലെ ഇതിൻ്റെ ഫുഡ് നമ്മൾ സെയിം നമ്മുടെ മക്കൾക്കൊക്കെ കൊടുക്കുന്ന പോലെ തന്നെ പിന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെർലാക്കൊക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ യൂസ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അപ്പം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യണം. പിന്നെന്താ, ഒരു വട്ടം ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തീർക്കാൻ നോക്കുക. പിന്നെ ഒരു വട്ടം കൂടെ അത് തന്നെ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. നമ്മളെ മക്കൾ നോക്കുന്ന പോലെ തന്നെ നമ്മൾ ഇതുങ്ങളെയും നോക്കണം എന്നർത്ഥം. അപ്പം ഞാൻ ഇപ്പോഴ് എന്താ ഹാൻഡ് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിന് എന്താ പറയുക, ഇനി നമ്മൾ നോർമൽ ഫുഡ് കൊടുക്കുന്ന ടൈമിലേക്ക് ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ ചെറുതായിട്ടൊക്കെ അങ്ങനെ കൊടുത്തിട്ട് തുടങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ. എന്നാലും ഡെയിലി ഒരു 2 നേരമെങ്കിലും ഹാൻഡ് ഫീഡ് ചെയ്യുന്നുണ്ട്. ഇതിലൂടെ വലുതായി കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ മെയിൻ ഫുഡ് എന്ന് പറയുന്നത് നമ്മളെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും പിന്നെ ഇതൊക്കെ ഉണ്ടാവുമല്ലോ, ധാന്യങ്ങളും അങ്ങനെയൊക്കെ തന്നെ കേട്ടോ. നമ്മളെ പയറും കടലയും ഒക്കെ മുളപ്പിച്ചിട്ട് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഫുഡ്. പിന്നെ ഞാൻ നമ്മുടെ സൺഫ്ലവർ സീഡ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ സീഡ്സും ആൾക്കാർ ഇതിന് ഭയങ്കര ഇഷ്ടമുള്ള എന്താ പറയുക ഫുഡാട്ടോ. ഇതാണ് നമ്മുടെ മിക്കിയുടെ കൂട് കേട്ടോ. ഇതിനുള്ളിൽ നമ്മളൊരു ഊഞ്ഞാലൊക്കെ മിക്കിക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അത് കൂടെയൊക്കെ അങ്ങനെ കളിച്ചോളൂ. അപ്പോൾ ഇപ്പം ഞാനൊരു 2 ദിവസമായിട്ട് ഇങ്ങനെ നമ്മളെ ചെറുപയർ മുളപ്പിച്ചതൊക്കെ ഞാൻ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കഴിക്കും, പക്ഷേ കഴിച്ചു തുടങ്ങുന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ എല്ലാ ഫുഡും കൊടുത്ത് ശീലിപ്പിക്കണം എന്നാണ് നമ്മുടെ സൺകൊന്യൂറിന്. പിന്നെ കൂടുതലും അതിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ കൊടുക്കണം. പിന്നെ ഇതേപോലെയുള്ള ധാന്യങ്ങൾ, സീഡ്സ് ഒക്കെ കൊടുക്കണം. ഈ ചെറുതായതുകൊണ്ടാണ് ഈ ചെറിയ ഇതുങ്ങളെ മേത്ത് നല്ല മഞ്ഞ കളറാണ് കൂടുതലുണ്ടാവുക, തൂവലേ മഞ്ഞയും ആ ഒരു പച്ചയൊക്കെ ഉണ്ടാവുക. പക്ഷെ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇതിനെന്ത് ചെയ്യുന്ന അറിയുമോ, നല്ല ഓറഞ്ച് കളർ വരും. ഇതിനേക്കാളും നല്ല കടും കളർ ഓറഞ്ച് വരും. അപ്പം കാണാൻ നല്ല ഭംഗിയാണ്. ഇതിപ്പോൾ ചെറുതായതുകൊണ്ടാണ്. ഇതിനെ കിട്ടുന്ന സമയത്ത് തൂവലൊന്നും വളരെ കുറവുണ്ടായിരുന്നല്ലോ, ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ ഒക്കെ ഇങ്ങനെ ഇങ്ങനെ കാണുന്ന ടൈപ്പിലായിരുന്നു. പിന്നെ അതിങ്ങനെ പക്ഷെ പെട്ടെന്ന് വലുതായി കേട്ടോ. പെട്ടെന്ന് ആൾ നല്ല വലുതായി, നല്ല സ്മാർട്ടായി. കുറച്ചുകൂടെ കഴിയുമ്പോൾ നല്ല നല്ല ഭംഗിയുണ്ടാവും കാണാൻ, നല്ല സുന്ദരിയാവും. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ആലപ്പുഴയിൽ നിന്ന് കൊണ്ടുവന്നൊരു ശംഖുപുഷ്പത്തിന് എന്താ പറയുക വിത്തിട്ടിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പം അതേ വളർന്നു കേട്ടോ, കുറേ ചെടികളായി. ഇത്ര പെട്ടെന്ന് വളരുന്ന ഞാനൊരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ മിക്കിൻ്റെ ഓരോ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോസിലൂടെയൊക്കെ പറയാം കേട്ടോ. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. ടാറ്റാ.